എന്താ പറയുന്നത്? എന്നെ ഞാനൊന്നും ചെയ്യരുതെന്നോ? നീ കിടന്ന മുമ്പ് എന്തുവായിരുന്നു എന്നെ പറ്റി പറഞ്ഞേ? ഞാൻ കുരങ്ങനതൊക്കെയല്ലേ കൊച്ചുങ്ങളെ നിങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ ഈ വടിയിട്ട് അടിച്ച് ശരിയാക്കും ഞാൻ. എന്റെ കൊച്ചുങ്ങളെ, ഞാൻ മനുഷ്യൻ തന്നെയാ. ഞാനൊരു മുഖം മൂടി എടുത്തിട്ടേക്കുന്ന. നിങ്ങൾ തൽക്കാലം എന്റെ മുഖം കാണണ്ട. ഇന്നെയൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ പല രാജ്യത്തോട്ട് വിടും. എന്നിട്ട് എനിക്ക് കുറെ കോടികൾ കിട്ടും. ഞാൻ ഇപ്പോഴത്തേക്ക് പോവാ. ഇനി നീയൊക്കെ പറ്റി ഞാനൊരു കൊരങ്ങനാ അങ്ങനൊക്കെ പറഞ്ഞ് ഇന്നെയൊക്കെ അടിച്ച് ശരിയാക്കി ഇവിടെ ഇട്ട് കേട്ടോ. മര്യാദക്കൂടെ അടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കൊണ്ട് തരാന് വൈകിട്ട് മാത്രം വെള്ളം ഭക്ഷണം കൊണ്ടുവരും. അത് ഇച്ചിരി ഭക്ഷണം. ഞാനെന്തായാലും പോവാ. ഞാനവിടെ ചിക്കൻ ബിരിയാണി തിന്നുവരുന്നു. അതിന്റെ ഇടയ്ക്ക് നീ എന്നെ കുരങ്ങാന്ന് വിളിച്ചത്. ഈ ഒറ്റ തവണ ഞാൻ ക്ഷമിച്ച്. ഇനി എന്നെ അങ്ങനെ വിളിച്ച ഈ വടിയിട്ട് എല്ലാത്തിനും ഞാൻ അടിച്ച് ശരിയാക്കും കേട്ടോ. ഞാനിപ്പോ പോവാ. അപ്പൊ നിനക്ക് ഇട്ട് നല്ല അടി വരും അയാള്. അതുകൊണ്ട് നീ മിണ്ടായിരിക്കുന്നത് നല്ലത്. നീ കുരങ്ങാന്ന് വിളിച്ചാലും ഞാനും നല്ല അടി വരും അയാളും നല്ല അടി വരും കേട്ടോ. മിണ്ടായിരുന്നു ഞാന്. ശരി ചേച്ചി. ശിവാനി ഒരു പാവം പിടിച്ച കൊച്ചു കണ്ടില്ലേ? മര്യാദക്കട മിണ്ടാതിരിക്കുക കണ്ടില്ലേ? ആ ശിവാനെ കണ്ടു പഠിക്കില്ലേ കൺമണി മോളെ. എന്റെ ഭഗവാനെ, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്തോ. അമ്മൂമ്മ പെട്ടെന്ന് എഴുന്നേക്ക്. എന്താ ചോക്കളെ? അമ്മൂമ്മ നമ്മുടെ കൺമണി മോളെ തുമ്പേ ശിവാനി ഒരുത്തരാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി തട്ടിക്കൊണ്ട് പോയി. എന്താ പറഞ്ഞു? തട്ടിക്കൊണ്ട് പോയെന്നോ? അതെ അമ്മൂമ്മേ. മക്കൾ എങ്ങനെ കണ്ട് അവർ തട്ടിക്കൊണ്ട് പോയത്? ഞാനും കൺമണിമോളെ ശിവാനിയും തുമ്പിയാണെങ്കിൽ മുറ്റത്തിരുന്ന് കളിക്കുമായിരുന്നു. എനിക്കപ്പോ ദാഹിക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ കൺമണിമോളുടെ ഫ്രിഡ്ജിനകത്ത് തണുത്തുള്ള എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ കൺമണിമോള് പോയി കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് അവളെ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് കൺമണിമോൾ അവിടെ പോയി അറിയാൻ വേണ്ടിട്ട് ശിവാനി വിട്ട്. കൺമണിമോളെ തപ്പം പോയി ശിവാനിയെ കാണുന്നില്ല. അതുകൊണ്ട് തുമ്പി വിട്ട് ഞാൻ. പിന്നെ 3 പേരും കാണാനില്ല. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോ അവരെ കാണുന്നേ ഇല്ല. പിന്നെ നമ്മുടെ CCTV ഇല്ലേ, കുറെ ക്യാമറ ഇല്ലേ ഇവിടെ. ആ ഫ്രണ്ട് ക്യാമറ ഞാനൊന്ന് എടുത്തു നോക്കി അവരെ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ വീടിന് തുമ്പിലാണെങ്കിൽ ഒരുത്തനാണെങ്കിൽ കാറിനകത്തുനിന്ന് ഇറങ്ങി വന്നു, ഒരു ചുമന്ന കാറിൻ്റെ അകത്തുനിന്ന്. അയാളുടെ മുഖം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അയാളുടെ മുഖത്ത് എന്താ മുഖംമൂടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൺമുളമാണെങ്കിൽ കൈയും കുടഞ്ഞോണ്ട് ഓടി വന്നു അങ്ങോട്ട്. ഞാൻ ആദ്യം വിചാരിച്ച അവളുടെ കൈയല്ല ഫ്രിഡ്ജിന്റെ ആ സൈഡിൽ എന്തെങ്കിലും കൊണ്ട് കൈ മുറിഞ്ഞെന്ന് ഓർത്തത്. പക്ഷെ അവളുടെ കയ്യിലാണെങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു. കൺമുളമ്മയുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു. അവൾ എന്തിനാ കുടഞ്ഞോണ്ട് വന്നത് എനിക്ക് മനസ്സിലാവില്ല. അത് കഴിഞ്ഞിട്ട് ആ ചുമന്ന കാറി വന്നാൽ ഇറങ്ങി അയാളാണെങ്കിൽ കൺമുളമ ഒരു മുട്ടായി കാണിച്ച് വിളിച്ച്. കൺമുളമലാണെങ്കിൽ അയാളുടെ അടുത്ത് മുട്ടായി വാങ്ങിച്ച്. അപ്പൊ തന്നെ കൺമുളമെ പിടിച്ച് അയാളാണെങ്കിൽ ആ ചുമന്ന കാറി കൊണ്ടിട്ട്. അതിനുശേഷം കൺമുളമോളെ അന്വേഷിച്ച് വന്ന് ശിവാനിനെ ആണെങ്കിൽ അയാൾ കണ്ട്. ശിവാനിനെ ആ കാറിനകത്ത് കയറ്റിയിട്ട് അതിനായിട്ട് തുമ്പിയും വന്ന് അവളെ പിടിച്ച ആ കാറിനകത്ത് കയറ്റിയിട്ട് അമ്മൂമ്മേ. അയാളാണെങ്കിൽ ആ കാർ എടുത്തത്. പക്ഷെ അയാളുടെ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഒന്നും കാണുന്നില്ല. അയാളെന്തോ കാറിന്റെ അകത്ത് നമ്പർ പ്ലേറ്റിന്റെ അകത്ത് കരി വാരിത്തി വെച്ചേക്കുവാ. എന്റെ മക്കളെ ഇനി അവരെങ്ങനെ കണ്ടുപിടിക്കും? ആ വണ്ടിയുടെ മോഡൽ ഏതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളുടെ കാർ കണ്ടെങ്കിൽ മനസ്സിലാവും. പക്ഷെ അല്ല മക്കളെ, നന്ദിനിയാണോ? ഇല്ല അമ്മേ, അമ്മ വന്നില്ല ഇതുവരെ. അവളെന്താ എത്ര താമസിക്കുന്നേ? അമ്മ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലല്ലേ പോയി. അവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും. സാധനം കിട്ടാൻ വൈകി കാണാം, അതുകൊണ്ട് താമസിക്കുന്നേ. നമുക്ക് നീ വിവരം പെട്ടെന്ന് പോലീസിനെ അറിയിക്കാം അമ്മൂമ്മേ. നന്ദിനും കൂടെ വരട്ടെ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഇപ്പഴാ ക്യാമറയുടെ ഒക്കെ ഒരു ഉപകാരം മനസ്സിലായേ. എന്തായാലും ക്യാമറയിലോട്ട് തട്ടിക്കൊണ്ട് പോയെന്ന് മനസ്സിലായല്ലോ. ഇനിയും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നല്ലേ അമ്മ. എന്തായാലും നമ്മുടെ തുമ്പീനെ നമ്മളെ ശിവാനെയും കണ്ടുപിടിക്കും ഉറപ്പായിട്ടും. ഈ കാര്യം എന്തായാലും ശിവാനിയുടെ അമ്മയോട് പറയണ്ട കേട്ടോ. അവര് പേടിച്ചു പോകും. അതെങ്ങനെ മക്കൾ അവരോട് പറയാതിരിക്കുന്നേ? അവളുടെ മോൾ അവിടെ ചോദിക്കാൻ നമ്മളെന്ത് പറയും? അമ്മേ, നന്ദിനി ചേച്ചി ഉണ്ടോ? അയ്യോ, അത് ശിവാനിയുടെ അമ്മയല്ലേ? ഇനി വേറെ വഴിയില്ല അമ്മൂമ്മേ. നമുക്ക് ശിവാനിയുടെ അമ്മയോട് നടന്ന കാര്യമൊക്കെ പറയാം. അതല്ലാതെ വേറെ വഴിയില്ല. അമ്മൂമ്മ, ഞാൻ കഥ പറഞ്ഞിട്ട് വരാം. ശരി മക്കളെ. ആന്റി ആയിരുന്നോ? എന്താ ആന്റി ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ മക്കളെ ശിവാനിയെ വിളിച്ചോണ്ട് വരാൻ വന്നതാ. അല്ല, ശിവാനി എന്തേ കളിക്കുമായിരിക്കുമല്ലോ അല്ലേ? അത് പിന്നെ ആന്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ണാ? അത് പിന്നെ ആന്റി ഒരു പ്രശ്നമുണ്ട്. അത് പിന്നെ ആന്റി അവരെ 3 പേരാണെങ്കിലേ ഒരു ചുമന്ന കാറിൽ വന്ന് ഒരുത്തരാണെങ്കിൽ തട്ടിക്കൊണ്ട് പോയവരെ 3 പേരെ. അതെ ആന്റി, നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിലേ അവര് തട്ടിക്കൊണ്ട് വന്ന CCTVക്കകത്ത് എല്ലാം കണ്ടു. ഞാൻ നമ്മുടെ വീട്ടിലെ CCTV ഇല്ല, അതിന്റെ എല്ലാം കണ്ട് ഞാൻ പറഞ്ഞുതരാം എന്റെ കണ്ട കാര്യങ്ങളൊക്കെ. എന്റെ പൊന്നെ, അവരെല്ലാരും ഇങ്ങനെയാണ് തട്ടിക്കൊണ്ട് പോയി. അതെ ആന്റി. എന്റെ ഭഗവാനെ, ഈ മക്കളെ എങ്ങനെ കിട്ടുമോ? അയാളുടെ കാറിന്റെ നമ്പർ പ്ലേറ്റിനകത്താണെങ്കിൽ അയാൾ എന്തോ കാര്യം എന്താ വാരി ചേച്ചേക്ക് വന്നു തോന്നുന്നു. നമ്പർ പ്ലേറ്റ് ഒട്ടും കാണുന്നില്ല. പിന്നെ അയാളുടെ കാറിന്റെ മോഡൽ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമന്ന കാറാന്ന് മാത്രം അറിയാം. അയാളുടെ മുഖമാണെങ്കിൽ വ്യക്തമല്ല. അയാളുടെ മുഖത്താണെങ്കിൽ എന്തോ ഒരു മുഖംമൂടിയൊക്കെ വെച്ചിട്ടുണ്ട് അയാള്. എന്റെ ഭഗവാൻ, ഇനി ആ പിള്ളേരെ എങ്ങനെ രക്ഷപ്പെടുത്തു എന്തോ? അവര് രക്ഷപ്പെടുത്തു ഒരു വഴിയില്ലെന്ന് തോന്നുന്നു. ഇനി എങ്ങനെ രക്ഷപ്പെടുത്തു? നമ്പർ പ്ലേറ്റും കാണുന്നില്ല. അയാളുടെ മുഖവും വ്യക്തമല്ല. കാറിന്റെ മോഡലും
ആന്റി, നമുക്ക് അങ്ങനെയല്ല അവരെ രക്ഷിക്കാം. എത്ര നല്ല ബുദ്ധിയുള്ള കിഡ്നാപ്പർ ആണെങ്കിൽ എന്തായാലും ഒരു തെളിവ് അവശേഷിക്കുമായിരിക്കും. അത് തന്നെ, നമുക്ക് എന്തായാലും പോയി തപ്പാം. അവരെല്ലാരും തട്ടിക്കൊണ്ട് വന്ന് ഫ്രണ്ടിൽ വെച്ചാ. പക്ഷെ എന്തോ പറയുന്നത്, ആരും കണ്ടില്ല അവരെ. എന്താ പറയുന്നത്, ഉച്ച സമയത്തല്ല അവർ തട്ടിക്കൊണ്ടുപോയത്. ആ സമയത്ത് ആൾക്കാരെല്ലാം ഉറങ്ങുമായിരിക്കും. അതുകൊണ്ട് ആരും കണ്ടു കാണത്തില്ല അവർ തട്ടിക്കൊണ്ട് പോകുന്നത്. ആരെങ്കിലും കണ്ടായിരുന്നു അവർ രക്ഷിക്കുമല്ലോ. അവരെ കിഡ്നാപ്പർ ഫ്രണ്ടിൽ വെച്ച് തട്ടിക്കൊണ്ട് പോയത്. നമുക്ക് നോക്കാം അങ്ങോട്ട് പോയിട്ട്. അവിടെ എന്തായാലും തെളിവ് കാണും. അങ്ങനെ ഈ വിവരം നമുക്ക് പോലീസിനോട് പറയാം. അല്ലെ മക്കളെ, നന്ദന ചേച്ചി എന്തേ? അമ്മയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോയേക്കാം. അമ്മ കാര്യമൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ ഈ കാര്യം ആന്റിയോട് പറയണമെന്ന് ഓർന്നു. പിന്നെ എങ്ങനെയാ പറയാതിരിക്കുന്നേ? ബാബാക്കളെ നമുക്ക് പെട്ടെന്ന് പോയി തെളിവ് എന്തിനുണ്ടോ നോക്കിട്ട് വരാം. മുറ്റത്ത് പോയി. ശരി ആന്റി. ആന്റി, അവിടെ ഒരു പേപ്പർ കിടക്കുന്നു. അല്ല മക്കളെ, പേപ്പർ കൊണ്ട് നമുക്ക് തെളിവൊന്നും കിട്ടുന്നു തോന്നുന്നില്ല. അങ്ങനെയല്ല ആന്റി, ഒരു പേപ്പർ ആണ്. ചിലപ്പോൾ നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റും. എന്തായാലും ഞാൻ ആ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിയിട്ട് വരാം. എന്തെങ്കിലും മനസ്സിലാവണം, ഞാൻ നിങ്ങളെ വിളിക്കാം. ശരി മക്കളെ. ഈ പേപ്പറിനകത്ത് ഇതെന്തോ എഴുതിയേക്കുന്നേ? ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. ഇത് അവരെ തട്ടിക്കൊണ്ട് പോയ അയാളല്ലേ ഇത്? അയാളുടെ മുഖം വ്യക്തം അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ അയാളുടെ മുഖം ഒന്ന് കാണാമായിരുന്നു. ചെറുതായിട്ടൊരു കണ്ണാടി പോലെയൊക്കെ കാണാമായിരുന്നു. ഇതേ കണ്ണാടി തന്നെയല്ലേ അത്? പിന്നെ തലയിൽ എന്തോ തൊപ്പി പോലെയൊക്കെ കാണാമായിരുന്നു അയാളുടെ മെയിൻ ആയിട്ടുള്ള ഏതോ പേപ്പറാന്ന് തോന്നുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കാം. ഇയാളുടെ ഒരു സഞ്ജു ആണെന്ന് തോന്നുന്നത്. എഴുതി വെച്ചിരുന്നുണ്ടല്ലേ സഞ്ജു? ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോടാ. അപ്പുറത്തെ വീട്ടിൽ ഒരു ആൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയല്ലോ ഇയാള്. എന്റെ പോലെ അയാളാണോ അപ്പൊ എന്റെ കൺമണിമളം തുമ്പിയും ശിവാനും തട്ടിക്കൊണ്ട് പോയത്? അയാൾ ചിലപ്പോ പക വിട്ടാൻ വേണ്ടിട്ടായിരിക്കും കൺമണിമളം തുമ്പിയും ശിവാനും തട്ടിക്കൊണ്ട് പോയത്. അമ്മൂമ്മ തെളിവ് കിട്ടി. കിട്ടിയോ തെളിവ്? എന്താ മക്കളെ പേപ്പറിനകത്ത് എഴുതിയേക്കുന്നേ? അമ്മൂമ്മ നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആ ആൺകുട്ടീനാണെങ്കിൽ ഈ പേപ്പറിനകത്തുള്ള ഫോട്ടോ കണ്ടില്ലേ? അയാളെ തട്ടിക്കൊണ്ട് പോയതെന്ന്. ഇയാളുടെ പേര് സഞ്ജു എന്നാ. പോലീസ് ചിലപ്പോൾ ഇയാളെ തടവ് കഴിഞ്ഞ് വിട്ട് കാണും. അതിനിട്ട് ഇയാൾ പിന്നെ കിഡ്നാപ്പിങ് തുടങ്ങി. അങ്ങനെ നമ്മുടെ കൺമണിമളം തുമ്പിയ ശിവാനെ അയാളെ തട്ടിക്കൊണ്ട് പോയത്. ഇയാൾ എന്ത് ചെയ്യും? നിങ്ങളാരും പേടിക്കണ്ട, ഇയാളെ കിട്ടാൻ ഈസിയാ. കാരണം ഇയാളുടെ ഈ മുഖം എല്ലാ പോലീസുകാർക്കും ഓർമ്മയുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇയാളുടെ വീട് എവിടെയെന്ന് ആർക്കറിയാം? ചിലപ്പോൾ ഇയാൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ ഏതൊരു സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യല്ലേ? അതൊരു കുഴപ്പമാണല്ലോ. എന്റെ പൊന്നെ, ഇയാളെ തെളിവ് ഇട്ടിട്ട് ഇയാളുടെ വീടിനെ എവിടെ പോയി കണ്ടുപിടിക്കാൻ എന്തോ പോലീസുകാർ കണ്ടുപിടിച്ചോളും. എന്റെ പൊന്നെ, എന്തൊരു തിരക്കായിരുന്നു സൂപ്പർ മാർക്കറ്റില്. നിന്ന് വയ്യാതായിട്ട് ഒരു സാധനം പോലും കിട്ടിയില്ല. കുറച്ചു നേരം കൂടെ നിന്നാ കിട്ടുമായിരുന്നു. പക്ഷെ എന്നെ കാലുവേന എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇനി ഒന്നുകൂടെ പോണം വൈകിട്ട്. എന്റെ പൊന്നെ, അത് അമ്മയല്ലേ വരുന്നേ? ഇതെന്താ എല്ലാരും മുറ്റത്ത് നിൽക്കുന്നേ? ആഹാ, ശിവാനയുടെ അമ്മ വന്നോ? എപ്പോഴാ വന്നേ ദേവിയ നീ ഇങ്ങോട്ട്? ഞാൻ കുറച്ചു നേരം ചേച്ചി. ഇതൊന്നും പറ്റി എല്ലാരും പേടിച്ചു വെക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുവിന് അമ്മ, നമ്മുടെ കൺമണിമളം തുമ്പി ശിവാനി അവർക്കെന്ത് പറ്റി? ഒരുത്തരാണെങ്കിൽ കാറിന്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിലേ അവരെ 3 പേര് തട്ടിക്കൊണ്ട് പോയെന്ന്. അവര് തട്ടിക്കൊണ്ട് വന്ന്. മക്കൾ എന്തോ പറയുന്നേ? അതെ അമ്മ, ഇത് വിശ്വസിക്ക്. ഭഗവാനെ, ഇനി അവരെങ്ങനെ രക്ഷപ്പെടും? അമ്മ, 4 വർഷം മുമ്പേ ആണെങ്കിലേ നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയില്ലായിരുന്നു, ഒരു ആൺകുട്ടി. ആ ആൺകുട്ടി തട്ടിക്കൊണ്ട് പോയ ആളുടെ പേര് സഞ്ജു എന്നായിരുന്നു. പിന്നെ ആ ആൺകുട്ടി കിട്ടിയായിരുന്നു. അതിന് കൊച്ചുകുട്ടി. ആ തട്ടിക്കൊണ്ട സമയത്ത് കണ്ണുമുള്ള പ്രായമുള്ളായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മൊട്ടത്തലയും ചെറുക്കനില്ല, ആ ചെറുക്കൻ തന്നെ. അവനെയായി സഞ്ജു എന്ന് പറഞ്ഞ കിഡ്നാപ്പർ തട്ടിക്കൊണ്ട് പോയത്. പിന്നെ അവനെ കിട്ടി. പിന്നെ ആ സഞ്ജു എന്ന് പറഞ്ഞ കിഡ്നാപ്പർ ആണെങ്കിൽ കുറെ വർഷത്തേക്ക് ജയിലിലിട്ട്. പിന്നെ ആ സഞ്ജു ആണെങ്കിൽ പിന്നെ തടവ് കഴിഞ്ഞിട്ട് വന്നതെന്ന് തോന്നുന്നു. തടവൊക്കെ കഴിഞ്ഞിട്ട് വന്നു ജയിലിൽ നിന്ന്. നമ്മളെ ഈ വിവരമൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് അയാളെ പറഞ്ഞാണ് സഞ്ജു. അതിന് നമ്മളെ പകരം വീട്ടാൻ വേണ്ടിയിട്ട് അയാള് നമ്മുടെ കൺമണിമളം തുമ്പിയെ ശിവാനെ തട്ടിക്കൊണ്ട് പോയത്. എന്റെ ഭഗവാനെ, ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയതല്ലോ. നമ്മുടെ കൊച്ചുങ്ങളെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ. ഇനി എന്ത് ചെയ്യാന്തോ? അയാളെ വീട് ചിലപ്പോ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. ചിലപ്പോ കേരളത്തിലൊന്നും അല്ലായിരിക്കും. പേടിക്കണ്ടമ്മേ, ഇയാളെ പോലീസ് കണ്ടുപിടിച്ചോളും. ഇയാളെ ഏറ്റവും മെയിൻ കിഡ്നാപ്പറാ. അതുകൊണ്ട് ഇയാളെ എല്ലാ പോലീസുകാർക്കും അറിയാം. നമുക്ക് ഈ പേപ്പറാണെങ്കിൽ നമുക്കാണെങ്കിൽ പോലീസുകാരെ കൊണ്ട് കൊടുക്കാം. അവര് ബാക്കിയൊക്കെ ചെയ്തോളും. ആ ശരിയമ്മ, അത് തന്നെ നല്ലത്. നമുക്ക് എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ദാഹിച്ചിട്ടാണെങ്കിൽ വയ്യ. ഒരു തുള്ളി വെള്ളം പോലും അയാൾ തന്നില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. ഇയാൾ എന്തൊരു ദുഷ്ടനാ. എനിക്ക് ഇയാൾക്കിട്ട് 2 അടി കൊടുക്കാൻ തോന്നുന്നു. പൊന്നി ചേച്ചി, അയാളെ കേക്ക് എന്നിട്ട് അയാളൊന്നും നമ്മളെ അടിക്കും. ഒന്നാമത് നമ്മൾ ദാഹിച്ചും വിശന്ന് ഇരിക്കുക. അതിനിടയ്ക്ക് അയാളുടെ കൂടെ അടിയും കിട്ടിയ പിന്നെ ഒന്നും പറയണ്ട. തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കുന്നത് നല്ലത്. അത്രയും വായന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുമല്ലേ സംസാരിക്കുമ്പോ. ഇവിടെ ഇരുന്നിട്ട് ബോറടിച്ചിട്ട് വയ്യ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഓടിച്ചടക്ക് നടക്കാൻ സ്ഥലമൊന്നും ഇല്ല. പേടിക്കണ്ട കൺമണിമളെ, നമ്മൾ എങ്ങനെയാലും രക്ഷപ്പെടും. നമ്മുടെ ചേട്ടൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? നമ്മുടെ ചേട്ടന് നല്ല കഴിവ്. അതുകൊണ്ട് ചേട്ടൻ നമ്മളെ എങ്ങനെയും കണ്ടുപിടിക്കും. അതെ, ചേട്ടന് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റും. ചേട്ടന്റെ ബുദ്ധി ഉപയോഗിച്ച് പോലീസുകാരുടെ ഓരോന്നൊക്കെ പറയും. പോലീസുകാരങ്ങനെ നമ്മളെ തപ്പാൻ വരും. അങ്ങനെ നമ്മളെ കണ്ടുപിടിക്കുകയും ചെയ്യും. അത് തന്നെ. എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യാണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ദാഹിച്ചിരിക്കുന്നേ. എന്റെ അമ്മയുടെ വെള്ളം എന്ന് പറയുമ്പോ അമ്മ ഓടിക്കൊണ്ട് വെള്ളം തരും. അവനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ദാഹിച്ചിരുന്നിട്ടേ ഇല്ല. ഞാനും എന്തൊരവസ്ഥയാണ് എന്തോ ഇത്. എന്നെയും കൺമുണിമളെ 2-3 വർഷക്ക് കള്ളന്മാരിങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഒരു വർഷം കൺമുണിമളെ ചേട്ടൻ രക്ഷിച്ചായിരുന്നു. പിന്നെ എന്നെ പോലീസുകാരും കണ്ടുപിടിച്ച്. എന്നെ ആദ്യമായിട്ട് ഒരാളെ കിഡ്നാപ്പ് ചെയ്യുന്ന ഇങ്ങനെ. നമ്മളെ രക്ഷപ്പെടില്ലെന്ന് ആർക്കറിയാം? എന്റെ ഭഗവാന്, ചേട്ടനും പോലീസും നമ്മളെ എല്ലാരും കണ്ടുപിടിക്കണേ.
പേടിക്കണ്ട ചേച്ചി, നമ്മൾ ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെടും. അത് തന്നെ, നമ്മൾ ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെടും. നമ്മൾ തന്നെയാണെങ്കിലും രക്ഷപ്പെടും, അല്ലെങ്കിൽ ചേട്ടന് വന്ന് നമ്മൾ രക്ഷിക്കും, അല്ലെങ്കിൽ പോലീസുകാർ വന്ന് നമ്മൾ രക്ഷിക്കും. ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നും നടക്കും. തൽക്കാലം എല്ലാവരും മിണ്ടാതിരിക്കും. ഇനിയും കുറച്ചുനേരം ഇവിടെ കിടക്കാം. കുറച്ചു നേരം കിടക്കാം. വയ്യ, വിശന്നിട്ട് ദാഹിച്ചിട്ടൊന്നും വയ്യ. കുറച്ചുനേരം ഇവിടെ കിടക്കാം. എന്റെ ഭഗവാൻ, ഇതെന്തൊരു അവസ്ഥയാണോ എന്തോ ഇത്. എനിക്ക് എന്റെ അമ്മ അച്ഛനും ചേട്ടനെ കാണാൻ കൊതി വരുക. ചേച്ചി ഉറങ്ങിയെന്ന് തോന്നുന്നല്ലോ. ചേച്ചി ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ കിടന്നിട്ടാണെങ്കിൽ എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. ഈ മുറിക്കകത്തൊരു ഫാൻ പോലും ഇല്ല. ഞങ്ങളെത്തി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറേ, എന്റെ 2 അനിയത്തിയും പിന്നെ എന്റെ ഒരു ഫ്രണ്ടിനെ ഒരു കിഡ്നാപ്പർ തട്ടിക്കൊണ്ട് പോയി. തട്ടിക്കൊണ്ടുപോയെന്നോ? നിങ്ങളുടെ എന്തെങ്കിലും തെളിവുണ്ടോ? അതെ സാറേ, തെളിവുണ്ട്. ഈ പേപ്പറിനകത്ത് മൊത്തം തെളിവുണ്ട്. എന്നാ മോനെ എന്റെ കയ്യിലോട്ട് താ. എന്നാ സാറേ. ഇത് മറ്റേ സഞ്ജു അല്ലേ? ഇവൻ പിന്നെ കിഡ്നാപ്പിംഗ് തുടങ്ങിയോ? മോനെ ഇത് തന്നെയാണോ കിഡ്നാപ്പർ? ഉറപ്പാണല്ലോ. അതെ സാറേ, ഇത് തന്നെ കിഡ്നാപ്പർ. ഞാൻ CCTVക്കകത്ത് കണ്ടത്. ഞങ്ങളുടെ വീടിന്റെ പല ഭാഗത്തായിട്ട് CCTV ഉണ്ട്. ഫ്രണ്ടിലെ CCTVക്കകത്ത് ഇയാൾ എന്റെ 2 അനിയത്തിയും പിന്നെ എന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ട് പോയത് കണ്ടത്. ഇയാൾക്ക് ഇതേ തൊപ്പിയും പിന്നെ ഇയാൾക്ക് ഇതേ കണ്ണാടി ഉണ്ടായിരുന്നു. അങ്ങനെ കാണാൻ പറ്റും. പക്ഷെ മുഖം മറച്ചു വെച്ചേക്ക് വരണം. പക്ഷെ ഇതേ തൊപ്പി ഇതേ കണ്ണാടി ഉണ്ടായിരുന്നു അയാളുടെ. ഇയാളെ കണ്ടുപിടിക്കാൻ എളുപ്പമാ. ഇയാളുടെ വീട് എനിക്കറിയാം. ഒരു ദിവസം ഒരു കേസ് അന്വേഷിക്കാൻ പോയിരുന്നു. ആ സമയത്താണെങ്കിലേ കുറച്ച് ദൂരെയാ. പക്ഷെ ഞാനാണെങ്കിൽ ആ കേസ് അന്വേഷിക്കാൻ പോകുന്ന വഴിക്കാണെങ്കിൽ അയാളാണെങ്കിലേ ഈ സഞ്ജു എന്ന് പറഞ്ഞ ആളില്ലേ കിഡ്നാപ്പർ, അയാളുടെ വീടിന്റെ മുറ്റത്താണ് അയാൾ നിൽക്കുമായിരുന്നു. ഞാൻ അയാളെ കണ്ടു. പക്ഷെ ഞാൻ അയാളൊന്നും ചെയ്തില്ല. അയാളെ കേസെല്ലാം കഴിഞ്ഞിട്ടല്ലേ പോയത്. ഞാൻ ആ വഴി കൂടെ അന്ന് പോയോണ്ട് ഭാഗ്യം. അതുകൊണ്ട് അയാളുടെ വീടിപ്പോ എവിടെയെന്ന് മനസ്സിലായില്ലോ. രോഹിത്, നമുക്ക് പോയാലോ? തീർച്ചയായും സാർ, നമുക്ക് പോവാം. സാറേ, ഞാനും കൂടെ വന്നോണ്ട് നിങ്ങളുടെ കൂടെ. മോനെന്തിനാ വരുന്നേ? സാറേ, എനിക്ക് അവരെ കാണാൻ കൊതി വരുന്നു. പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ നിങ്ങളുടെ കൂടെ വന്നാ. അത് മോന്റെ അമ്മയോട് ചോദിക്കും സമ്മതം. അമ്മ പ്ലീസ് അമ്മ, ഞാനും കൂടെ പൊക്കോട്ടെ. മക്കളും കൂടെ പൊക്കോ. സാറേ, ഇവനെ സൂക്ഷിക്കണം കേട്ടോ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം മാഡം. വാ മോനെ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. നിങ്ങളെല്ലാരും ഇനി വീട്ടിൽ പൊക്കോ. മക്കളെല്ലാരെയും ഞങ്ങൾ വീട്ടിൽ കൊണ്ട് വിട്ടോളാം. ശരി സാർ. വാ മോനെ, പോവാ. ഇതാ അവന്റെ വീട്. മക്കളെ മോനെ, സാറ് പറയുന്നത് മക്കൾ ചെയ്യണം കേട്ടോ. ശരി സാർ, സാറ് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഞാൻ എന്താ ചെയ്യണ്ടേ? മക്കൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ആ കിഡ്നാപ്പറിന്റെ അടുത്ത് പോകരുത് കേട്ടോ. ഞാനും രോഹിത്തും അവനെ ഇടിച്ച് ശരിയാക്കിക്കോളാം. ആ സമയത്ത് മക്കള് പോയിട്ടാണെങ്കിലേ മക്കളുടെ 2 അനിയത്തിമാരും പിന്നെ കൂട്ടുകാരെ അങ്ങ് രക്ഷിച്ചോണ്ട് പോവാം. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വാ രോഹിത്ത്, നമുക്ക് അവനെ ഇടിച്ച് ശരിയാക്കാൻ പോവാം. ശരി സാർ. അയ്യോ, നീനെ മേലെ പിള്ളേരെ തട്ടിക്കൊണ്ട് പോടാ. അയ്യോ ഇല്ല സാറേ, എന്നെ വെറുതെ വിട്. അയ്യോ, നിന്നെ ഇപ്പൊ വെറുതെ വിടാ. അയ്യോ, എന്റെ തലയില് സാറേ. അയ്യോ, കുട്ടികളെ നിങ്ങളെല്ലാരും പോയി ജീപ്പിൽ കയറിക്കോ. ശരി സാറേ. ഞങ്ങൾ ഇവനെ കൊണ്ടൊക്കെ വരാം. നിങ്ങളാരും പൊക്കോ. ഇവന്റെ കളി നമ്മുടെ അടുത്തല്ലേ. അത്ര വർഷമാണ് ജയിലിൽ കിടന്നാ പോരെ. പിന്നെ ജയിലിൽ കിടക്കുന്നതല്ലാണ് നിനക്ക്. നീ വീണ്ടും ഇനി കുറെ വർഷം ജയിലിൽ കിടക്കോടാ മോനെ ദിനേശ. അയ്യോ, എന്റെ പേര് ദിനേശനല്ലല്ലോ, സഞ്ജു. നീ ഇനി കുറെ നാൾ കിടക്കോടാ മോനെ സഞ്ജു. വാടാ ഇങ്ങോട്ട്. അയ്യോ, എന്നെ വെറുതെ വിട് സാറേ. അയ്യോ, നടക്കടാ അങ്ങോട്ട്.